ഓക്കെ. അപ്പോൾ വെപ്പൺ സെറ്റായി ഗൈസ്. ഇനി നമുക്ക് ഗ്രാനി വന്നാൽ മാത്രം മതി. നമുക്കില്ല നേരെ പോകാം ഗൈസ്. ഇവിടെ ഈ റൂം കൂടി ഒന്ന് നോക്കട്ടെ. ഓക്കെ, ഇവിടെ വ്രഞ്ച് ഉണ്ട്. വ്രഞ്ച് നമുക്ക് ആവശ്യമില്ല ഗൈസ്, അത് കാർ എസ്കേപ്പിനാണ്. നമുക്ക് ഇതൊന്ന് ഓണാക്കിയാൽ മറ്റേ ഡോർ തുറക്കും. ഓക്കെ, ഇനി ഗ്രാനി വരട്ടെ ഗൈസ്. നമുക്ക് ഗ്രാനി ഇതിലെ വരുമോ എന്നറിയില്ല. എന്തായാലും നോക്കാം. ഓക്കെ ഗൈസ്, ഗ്രാനി സ്റ്റെപ്പിൽ നടന്ന് വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ കൊന്നേക്കാം. താടിക്കിട്ട് തന്നെ കൊന്നിട്ടുണ്ട് ഗൈസ്. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. ഗൈസ്, ഇന്ന് ഞാൻ കളിക്കാൻ പോകുന്നത് ദ ഗ്രാനിയാണ് ഗൈസ്. ഗ്രാനി ചാപ്റ്റർ 1. അപ്പോൾ നമുക്കില്ലേ എന്തായാലും മെയിൻ ഡോർ സ്കിപ്പ് എങ്ങനെ ചെയ്യാൻ നോക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഗ്രാനിനെ കുറിച്ച് അറിയുന്നതിനായിരിക്കും. എന്തായാലും കളിച്ച് നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഡിഫിക്കൽട്ടി നോർമലും സെലക്ട് ചെയ്യുന്നത്. അതേപോലെ എക്സ്ട്രാ ലോക്സും ഡാർക്കർ അങ്ങനത്തൊന്നുമില്ല. നമുക്ക് എന്തായാലും കണ്ടിന്യൂ ആക്കിയിട്ട് നേരെ ഗെയിമിലേക്ക് പോകാം ഗൈസ്. അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറിലും സപ്പോർട്ട് ചെയ്യണേ. പിന്നെ കാർ എസ്കേപ്പ് ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഗൈസ്. അതും പറ്റുന്നവരൊന്ന് കാണണം. അപ്പോൾ ഒരു ഡേ 1 ആയിട്ടുണ്ട്. നമ്മൾ ഗെയിമിൽ അതായത് ഗ്രാനിയുടെ വീട്ടിൽ നമ്മൾ മെല്ലെ എണീച്ച് വരുന്നുണ്ട്. ഇത്രേ നമ്മുടെ ബോധം ഉണ്ടായിട്ട് നമ്മൾ മെല്ലെ ഇങ്ങനെ എണീച്ച് വരുവാണ്. നമുക്കില്ല നമ്മുടെ റൂമിൽ തന്നെ ഫസ്റ്റ് ഒന്ന് തപ്പാ ഫുള്ള്. ഇപ്പോൾ നമ്മുടെ ഈ പെട്ടിക്കതൊന്നും കാണുന്നില്ല. ഇവിടെ ലീവ് ദിസ് ഹൗസ് ചെയ്തിട്ടുണ്ട്. നമുക്കില്ല ഈ ബോട്ടിലെടുക്കാം. ബോട്ടിലെടുത്ത് നേരെ നമുക്ക് ആദ്യം ഗ്രാനിയുടെ ബാത്റൂം നോക്കാം. നമുക്ക് എന്തായാലും ഇവിടുന്ന് ഒരു കാർ കീ കിട്ടിയിട്ടുണ്ട്. അയ്യോ, ഫസ്റ്റ് തന്നെ ഗ്രാനി വന്നു ഗൈസ്. ഇപ്പോൾ പിടിച്ചനെ ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ ഗ്രാനി വരുന്നു. ഓക്കെ, നമുക്ക് പെട്ടെന്ന് കാറിൻ്റെ അങ്ങോട്ട് പോകാൻ ഗൈസ്, അതാണ് നല്ലത്. എന്നിട്ട് കാർക്ക് തുറന്ന് നോക്കാം, മറ്റേ കാർ തുറന്ന് നോക്കാം. ഗ്രാനി നമ്മുടെ പുറകെ വരുന്നുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കില്ലേ ഈ മെഴുകുതിരിയുടെ ഉന്തിട്ട ഗ്രാനി അവിടെ സ്റ്റക്കായി നിൽക്കും. ഓ ശരിയാവില്ല ഗൈസ്, ഇവിടെ എന്തായാലും ഈ സാധനം താഴെ വീണ് സൗണ്ട് ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഗ്രാനി ഇങ്ങോട്ട് വരുന്നുണ്ടാവും ഗൈസ്. ആ സമയത്ത് എന്താ വെച്ചാൽ ഈ കാറ് തുറന്നിട്ടില്ലേ, എന്താ വെപ്പൺ കീ നമുക്ക് ഈ കാർ കീ ഇതിൻ്റെ ഉള്ളിലിടാം. അപ്പോൾ ഗ്രാനി എന്തായാലും അങ്ങോട്ട് പോകുമല്ലോ. എന്നിട്ട് നമുക്ക് ഈ ഡോർ അടച്ചിട്ട് ഗ്രാനിനെ പുകച്ച് കൊല്ലാം. അതേപോലെ നമുക്ക് അവിടെ നിന്നില്ലേ വീൽ ക്രാങ്ക് കിട്ടിയിട്ടുണ്ട്. വെപ്പൺ കീ നമുക്ക് ആദ്യമേ കിട്ടിയ നന്നായി. ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഗ്രാനിനെ കൊന്ന് വേഗം കളി സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഗൈസ്, എനിക്കിങ്ങനെ നാവ് അഴുങ്ങാത്ത ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ചെറിയ അക്ഷരങ്ങൾ അങ്ങനെ കിട്ടൂല, അങ്ങനെ വിതുങ്ങിപ്പോവും. അപ്പോൾ അതെല്ലാം എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. പിന്നെ നമുക്കില്ലേ ഇപ്പം എന്തായാലും ഗ്രാനുള്ളിൽ കയറിയിട്ട് നമുക്ക് ഈ ഡോർ അടച്ചിട്ട് പെട്ടെന്ന് പോവാം. ഓക്കെ, വെപ്പൺ കീ എടുത്ത് നമുക്ക് ആദ്യം വെപ്പൺ തുറക്കാം ഗൈസ്. അതിന് മുമ്പ് ഇവിടെ എല്ലാം നോക്കാമല്ലോ ഒന്ന്. ഇവിടെ കാർ ബാറ്ററി ഉണ്ട്, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. മെയിൻ ഡോർ സ്കിപ്പ് അല്ലേ ചെയ്യുന്നത്. പിന്നീട് സ്പെഷ്യൽ കീ ഉണ്ട്, നമുക്ക് എന്തായാലും എടുത്ത് പുറത്തേക്ക് ഡ്രോപ്പ് ചെയ്തിട്ടേക്കാം. ഓക്കെ, ഗ്രാനി 1 മിനിറ്റത്തേക്ക് പോയിട്ടുണ്ട്. നമുക്കില്ലേ പെട്ടെന്ന് തന്നെ പോയിട്ട് വെപ്പൺ തുറക്കണം. വെപ്പൺ പെട്ടെന്ന് കിട്ടി നമുക്ക് സ്ക്രൂ ഡ്രൈവർ അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റും. നമുക്കിത് എടുക്കുന്ന മുമ്പേ ഇങ്ങോട്ടെല്ലാം പോയി നോക്കാം ഗൈസ്. ഇതൊന്ന് മാറ്റിയട്ടെ. ഇവിടെ വിഞ്ച് ഹാൻഡിൽ കിട്ടി ഗൈസ്. പിന്നെ ഇവിടെ പാവക്കുട്ടിയുണ്ട്, പക്ഷെ അത് ആവശ്യമില്ല. വിഞ്ച് ഹാൻഡിൽ ഓക്കെ. ഇനി ഇവിടെ ഒന്നുമില്ല. നമുക്കില്ലേ ഈ വിഞ്ച് ഹാൻഡിൽ മെയിൻ ഡോറിൻ്റെ അവിടെ നിന്ന് കൊണ്ട് ഡ്രോപ്പ് ഇട്ടേക്കാം, അതാണ് നല്ലത്. അതേപോലെ ഈ 2 പെട്ടിക്കത് നോക്കിയെങ്കിൽ ഒന്നുമില്ല ഗൈസ്. നമുക്ക് ഡ്രോപ്പ് ചെയ്തിട്ടേക്കാം ഇവിടെ. ഇനി നമുക്ക് പോയിട്ട് വെപ്പൺ എടുക്കാം, എന്നിട്ട് ഗ്രാനി തട്ടാം. ഓക്കെ, അപ്പോൾ വെപ്പൺ സെറ്റായി ഗൈസ്. ഇനി നമുക്ക് ഗ്രാനി വന്നാൽ മാത്രം മതി. നമുക്കില്ല നേരെ പോകാം ഗൈസ്. ഇവിടെ ഈ റൂം കൂടി ഒന്ന് നോക്കട്ടെ. ഓക്കെ, ഇവിടെ വ്രഞ്ച് ഉണ്ട്. വ്രഞ്ച് നമുക്ക് ആവശ്യമില്ല ഗൈസ്, അത് കാർ എസ്കേപ്പിനാണ്. നമുക്ക് ഇതൊന്ന് ഓണാക്കിയാൽ മറ്റേ ഡോർ തുറക്കും. ഓക്കെ, ഇനി ഗ്രാനി വരട്ടെ ഗൈസ്. നമുക്ക് ഗ്രാനി ഇതിലെ വരുമോ എന്നറിയില്ല. എന്തായാലും നോക്കാം. ഓക്കെ ഗൈസ്, ഗ്രാനി സ്റ്റെപ്പിൽ നടന്ന് വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ കൊന്നേക്കാം. താടിക്കിട്ട് തന്നെ കൊന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഈ സൂചി എടുക്കാം. അയ്യോ ഗ്രാനി മാറ് ഗ്രാനി മാറ്, ഇതൊന്നും എടുക്കാൻ പറ്റാത്തപ്പാ. ഓക്കെ, തെറ്റി എടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്കില്ലേ ഈ സ്ക്രൂ ഡ്രൈവർ ഇവിടുന്ന് എടുക്കാം. എന്നിട്ട് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് മറ്റേത് തുറന്നിട്ട് അതിനുള്ളിൽ എന്താ നോക്കട്ടെ. നല്ലത് എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. നോക്കാം ഗൈസ്, എന്തായാലും കിട്ടപ്പാ. സേഫ് കീ നമുക്കില്ല ആദ്യം ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. സ്ക്രൂ ഡ്രൈവർ ഇങ്ങോട്ടേക്ക് എടുത്ത് ആദ്യം കൊണ്ടിടാം. നമുക്ക് എന്തായാലും അണ്ടർഗ്രൗണ്ടിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ സ്ക്രൂ ഡ്രൈവർ ആവശ്യമില്ല, പെട്ടെന്ന് എടുക്കാമല്ലോ. നമുക്ക് എന്തായാലും അവിടെ കൊണ്ടിടാം. എന്നിട്ട് സേഫ് കീ വെച്ചിട്ട് സേഫ് തുറക്കാം. ഇനി നമുക്ക് നമുക്ക് ചെയിൻ കട്ടർ കിട്ടി. ചെയിൻ കട്ടർ കൊണ്ട് ഇവിടെയും പിന്നെ ഡോർമയും കേബിൾ മുറിക്കാണ്ട് ഗൈസ്, അതെന്തായാലും നന്നായി. ഇതും മുറിക്കാം. ഓക്കെ, സെറ്റാണ്. ഇവിടെ ഹാമർ വേണം, ഇവിടെ മാസ്റ്റർ കീ, പാഡ്ലോക്ക് കോഡ്, അങ്ങനെ 4 സാധനങ്ങൾ കണ്ടുപിടിക്കണം ഗൈസ്. പിന്നെ എന്താ കണ്ടത്, നമുക്കില്ല ഒന്നുകൂടി ഗ്രാനിയെ തട്ടിയേക്കാം ഗൈസ്, അതാണ് നല്ലത്. ഗ്രാനി വരേണ്ട ടൈം ആയിട്ടുണ്ടോ, നമുക്ക് ഗ്രാനിനെ കൊല്ലാം.
ഗ്രാനി എന്താ എവിടെ നിന്ന് വരുമെന്ന് അറിയില്ല, മുകളിൽ നിന്നായിരിക്കും വരാൻ ചാൻസ് കൂടുതലും. അതെ അതെ കൈസ് വരുന്നുണ്ട്, പെട്ടെന്ന് തന്നെ വന്നേക്കാം. ഓക്കെ, ഈ സൂര്യ എടുക്കട്ടെ. ഗ്രാനി എന്തെല്ലാം വീണ് കിടക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കാമല്ലോ, ഇവിടെ എന്തുണ്ടായിരിക്കും? വാട്ടർ മെലൺ. അതുപോലെ വെപ്പണെ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഈ സൂചി ഇതിൻ്റെ അടിയിലേക്ക് ഉരുണ്ട് പോകുമെന്ന് അറിയില്ല. നമുക്ക് വേഗം പോയിട്ട് ഈ മറ്റെന്താ വാട്ടർ മെലൺ മുറിച്ച് നോക്കാം. അതിൽ നിന്ന് എന്തായിരിക്കും കിട്ടുന്നുണ്ടാവില്ലേ? എന്തെങ്കിലും നല്ലത് കിട്ടിയാൽ നല്ലതായിരുന്നു. അതേ ഗൈസ്, നമുക്ക് മാസ്റ്റർ കിട്ടി. മാസ്റ്റർ കീ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ലാസ്റ്റ് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് മറ്റേ ഡോർ എസ്കേപ്പിന്. നമുക്ക് എന്തായാലും ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടേക്കാം. ഇനി നമുക്ക് വിഞ്ച് ഹാൻഡിലുണ്ട്, ഇതും കൂടെ ഒന്ന് തിരിച്ചു നോക്കാം. വിഞ്ച് ഹാൻഡിൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല, ഇത് കിണറിന് വെക്കേണ്ടതാണ്. കിണർ തിരിക്കണം. അപ്പോൾ നമുക്ക് കിണറിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഒന്നെങ്കിൽ ഹാമർ അല്ലെങ്കിൽ എൻജിൻ പാട്ടായിരിക്കും. എൻജിൻ പാട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ശരിയാവില്ല, അത് കാറിനാണ്. നമുക്ക് കാർ ഓൾറെഡി എസ്കേപ്പ് ചെയ്തു. നമുക്കിനി മറ്റേ ഹാമർ കിട്ടിയാൽ നല്ലതായിരുന്നു, പക്ഷേ ഇത് എൻജിൻ പാട്ടാണ്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് എന്താക്കാം, നമുക്ക് ഗ്രാനിനെ ഒന്ന് കൊന്നേക്കാം, അതാണ് നല്ലത്. വെപ്പൺ എടുക്കട്ടെ, ഗ്രാനി വരേണ്ട ടൈം ആയിട്ടുണ്ടാവും. ഗ്രാനി വരട്ടെ. ഗ്രാനി ആകുമ്പോൾ വേമ്പാ. ഗ്രാനി വരുന്നുണ്ട്. നമുക്ക് വേഗം കൊന്നേക്കാം. വാ മോളെ വാ. കഴുത്തിനിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, മെല്ലെ മെല്ലെ വീഴുന്നുണ്ട്. ഇനിയില്ല, നമുക്ക് മറ്റേ താഴത്തെ പച്ച വെള്ളമല്ലേ ഗൈസ്, ഒരു കാക്കേര അവിടെ, എന്നൊക്കെ അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ. ചിലപ്പോൾ അവിടെ നിന്ന് ഹാമർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമുക്ക് നോക്കാം. അതുപോലെ കാക്കനെ കൊല്ലേണ്ടി വരുമെന്നല്ല അറിയില്ല. ബേർഡ് സീഡ് വേണം. ഇവിടെ എന്താ ഉള്ളത് നോക്കട്ടെ. ഇവിടെ റെസ്റ്റ് പാഡ്ലോക്ക് ചെയ്യാം, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അത് മറ്റേ അണ്ടർഗ്രൗണ്ട് സ്കിപ്പില്ലേ, താഴത്തെ ചലന്തിൻ്റെ അടുത്ത്, അവിടെ ഉള്ളതാണ്. നമുക്ക് ഇവിടെ അങ്ങോട്ട് നോക്കട്ടെ എന്ന്. ഇവിടെ മീറ്റും പിന്നെ ഫ്രീസ് ആക്കേണ്ട വെപ്പണാണ്, അത് നമുക്ക് ആവശ്യമില്ല. പക്ഷേ ഇവിടെ മറ്റേ ഇതുണ്ട്, ഏതിപ്പാ കോഡ് ആവശ്യമാണ് നമുക്ക് മെയിൻ ഡോർ എസ്കേപ്പ് ചെയ്യാൻ. നമുക്ക് പെട്ടെന്ന് പോയിട്ട് കോഡ് ഇപ്പോൾ ആദ്യം ഡ്രോപ്പ് ചെയ്യാം, പിന്നെ തുറക്കാം. വെപ്പണും കൂടെ എടുത്തിട്ട് മെല്ലെ അങ്ങോട്ട് പോയിട്ട് നമുക്ക് തുറക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഗ്രാനി മറ്റേ വന്നെങ്കിലേ നമ്മളെ ചിലപ്പോൾ ഗ്രാനി തട്ടും. ഇനി പോയിട്ട് നമുക്ക് വെപ്പൺ എടുക്കാം. ഗൈസ്, വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറിലും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, കാരണം വെപ്പൺ എടുക്കാം. ഹാമർ ഉണ്ടോ നോക്കിയിട്ട് വന്നത്, പക്ഷെ നമുക്ക് കിട്ടിയത് കോഡായിരുന്നു. പക്ഷെ അത് നന്നായി, നമുക്ക് ആവശ്യമുള്ളത് തന്നെ. അപ്പോൾ എന്തായാലും ഹാമറിന് അണ്ടർഗ്രൗണ്ടിലായിരിക്കും. അതേപോലെ നമുക്കിനി കിട്ടാനുള്ള എന്താ പാഡ്ലോക്കി അല്ലേ, പാഡ്ലോക്കിയും അണ്ടർഗ്രൗണ്ടിൽ തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ പ്ലേ ഹൗസിലാണെങ്കിൽ കുറേ കഷ്ടപ്പെടണം. മറ്റേ കോഗിവിലെല്ലാം കണ്ടുപിടിച്ച്, കോഗിവിൽ നമുക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഗ്രാനി ഇങ്ങോട്ട് വരട്ടെ. ഓക്കെ, ഗ്രാനി വന്നിട്ടുണ്ട്. നമുക്കിനി നേരെ മേലെ പോകും. ഈ ഗ്രാനി ഇത് ഇങ്ങനെ നിൽക്കുന്നത് കോമഡിനെപ്പാ. ഗ്രാനി വഴിയിൽ നിന്ന് മാറി ഗ്രാനി. ഓക്കെ, ഗ്രാനി അവിടെ മാറ്റിയിട്ട് നമുക്കില്ലേ നേരെ അങ്ങോട്ട് പോകാം. ഇനി കോഡ് വെച്ചിട്ട് നമുക്കില്ലേ ഈ ഡോറ് തുറക്കാം. അല്ല, ഡോറല്ല, കോഡ് അൺലോക്ക് ആക്കിയിട്ടുണ്ട്. നമുക്കിനി പാഡ്ലോക്ക് വേണം, ഹാമർ വേണം. ഇത് രണ്ടും അണ്ടർഗ്രൗണ്ടിലായിരിക്കും. ചിലപ്പോൾ മറ്റേ പാഡ്ലോക്ക് പ്ലേ ഹൗസിലായിരിക്കും. ഈ വീൽ ക്രാങ്കിലെ നമുക്ക് ഇത് കൊടുത്തിട്ട്, ഇത് മാത്രമല്ല സ്ക്രൂ ഡ്രൈവറും ഇത് കൊടുത്തിട്ട് നമുക്ക് അണ്ടർഗ്രൗണ്ടിൽ പോയി നോക്കാം. പക്ഷെ നമ്മൾ അണ്ടർഗ്രൗണ്ട് ഇതുവരെ തുറന്നിട്ടില്ല, അങ്ങോട്ട് പോകാനല്ലേ. അപ്പോൾ അതും തുറക്കാനുള്ള പുസ്തകം കൊണ്ടുവച്ച് കീ എടുക്കണ്ടേ, മറ്റേ വേറൊരു തള്ളേൻ്റെ അടുത്ത് നിന്ന്. ഇപ്പോൾ ഇവിടെ എന്തായാലും ബുക്കുണ്ട്, നമുക്ക് ഈ ബുക്കും കൊണ്ട് ഇങ്ങോട്ട് പോകാം. മറ്റേ തള്ളേൻ്റെ അടുത്ത്. അതിന് നമുക്ക് ഗ്രാനി വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് ഗ്രാനിയോട് തട്ടിയേക്കാം ഗൈസ്. ഓക്കെ, ഗ്രാനി താഴ്ന്നു വരുന്നുണ്ട്. വാ മോളെ വാ. ഓക്കെ, ഇവിടെ കിടന്നോട്ടാ. നമുക്കിനി ബുക്ക് കൊണ്ടുവെക്കാം ഗൈസ്. ബുക്ക് കൊണ്ടുവച്ചിട്ട് മറ്റേ തള്ളേൻ്റെ അടുത്ത് നിന്ന് കീ മേടിച്ച് താഴോട്ട് പോകണം. ഇനി കളികളെല്ലാം താഴെ ആയിരിക്കും. ഇത് ഞാൻ തുറന്നില്ലല്ലേ. ഓക്കെ, നമുക്കല്ലേ ഇനി വേഗം പോയിട്ട് സ്ക്രൂ ഡ്രൈവർ എടുത്ത് താഴേക്ക് വന്ന സ്ഥലമില്ലേ അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്നത്, അവിടെ കൊണ്ടിടാം. എന്നിട്ട് സ്ക്രൂ ഡ്രൈവർ അവിടെ കൊണ്ടിട്ടത് ഇപ്പം ഞാൻ ഇവിടെ അല്ലേ. അപ്പം അതെ ഇവിടെയുണ്ട്. നമുക്കിത് എന്തായാലും അവിടെ കൊണ്ടിട്ടേക്കാം.
ഗൈസ് പിന്നിൽ മഴ പെയ്യുന്ന സൗണ്ട്, മഴ പുറത്ത് പെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ സൗണ്ട് റെക്കോർഡിങ്ങിൽ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അതെന്താക്കണം എന്നൊക്കെ അറിയില്ല. സ്പെഷ്യൽ കീ കിട്ടി ഗൈസ്, നമുക്ക് സ്പെഷ്യൽ കീ കൊണ്ട് മേലേക്ക് പോയാലോ? എന്തായാലും ഇവിടെ സ്പെഷ്യൽ കീ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അത് എടുത്തിട്ട് മേലെ പോയിട്ട് വരാം. ചിലപ്പോൾ അവിടെ നിന്ന് ഹാമർ കിട്ടിയാലേ, പക്ഷെ അതിന് നമുക്ക് ഗ്രാനിനെ കൊല്ലണം ഗൈസ്. ഗ്രാനി ഇപ്പോൾ വരേണ്ട ടൈം ആയിട്ടുണ്ടാവും, കൊല്ലാണ്ട് പോകണ്ട, എന്തായാലും ഡേഞ്ചറാണ്. അപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ ഗ്രാനി വന്നു, വേഗം ബാ ഗ്രാനി, അത്രയല്ലോ. സ്പെഷ്യൽ കീ എടുക്കുക ഗൈസ്, എടുത്തിട്ട് നമുക്ക് മേലേക്ക് പോകാം. അവിടെ നിന്ന് ഹാമർ കിട്ടിയാലായി. പിന്നെ അവിടെ ഇല്ലെങ്കിൽ എന്തായാലും അണ്ടർഗ്രൗണ്ടിൽ തന്നെ. ഇവിടുത്തെ പലക പൊളിക്കാനുണ്ട്, ഇവിടുത്തെ പലക പൊളിച്ചാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. അവിടെ എന്തായാലും ഒരു കോഗ് വീലുണ്ട് ഗൈസ്, കോഗ് വീലും പെട്രോൾ ക്യാനും, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല നമുക്ക്. കോഗ് വീല് വേണ്ടി വരുമെന്ന് അറിയില്ല, നമുക്ക് മെല്ലെ നോക്കാൻ തരും. ഓക്കെ, ഈ കീ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് മറ്റേ തള്ള, നമുക്കിത് കൊടുത്തിട്ട് താഴോട്ട് പോവാം, അതാണ് നല്ലത്. ഇനി മേലെ ഒന്നും ആക്കാനില്ല. നമുക്ക് എന്തായാലും ചെലന്തിയുടെ അടുത്തേക്ക് പോകാം ഗൈസ്. എനിക്ക് ആ ചെലന്തിന് ഒട്ടും ഇഷ്ടമല്ല. ചെലന്തിനല്ല, ചെലന്തിയുടെ ഒരു BGM ഇല്ല, അത് വരുമ്പോൾ നമ്മളെ കാണുമ്പോൾ ആ സൗണ്ട് ഇഷ്ടമല്ല. നമുക്ക് ഈ വീൽ ക്രാങ്ക് താഴെ ഇട്ടിട്ട് നമുക്ക് താഴോട്ട് പോവാം. ഓക്കെ, നമുക്ക് നേരെ പോവാം. ഇവിടെ ഒന്ന് കയറി നോക്കട്ടെ, ഇവിടെ എന്താ ഉള്ളത് നോക്കട്ടെ. ഇവിടെ ഷോർട്ട് ഗണ്ണിൻ്റെ ഒരു പീസാണ് കഴിച്ചത്, ഒരു പാട്ടാണുള്ളത്. നമുക്ക് നേരെ പോകാം. നമ്മൾ ലൈസ് അവിടെ പെട്ടെന്ന് നിൽക്കാണ്ട് നേരെ പോയെങ്കിലേ ഈ ചലന്തി അങ്ങോട്ട് ഓടുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഈ ചലന്തി ഇങ്ങോട്ടേക്ക് ഓടി വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഡിലേ ആക്കാണ്ടിന് പെട്ടെന്ന് നമ്മുടെ കാര്യം ചെയ്യാൻ പറ്റും, കുറച്ച് സമയത്തേക്കെങ്കിലും. ഇവിടെ തുറന്ന് നോക്കട്ടെ, ഇവിടെ നമുക്ക് കിട്ടാൻ ചാൻസ് കോഗ് വീലി. അപ്പോൾ എന്തായാലും പാഡ്ലോക്ക് ചെയ്യില്ല ഗൈസ്, അതെന്തായാലും പ്ലേ ഹൗസിലായിരിക്കും ഉണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാണ്. ഒക്കെ ചലന്തി പോട്ടെ, ചലന്തി വരുന്നുണ്ട്. ഇപ്പം ഇതിലെ വരും, നമുക്കില്ലേ പെട്ടെന്ന് ഓടിപ്പോയി ഗൈസ്, എന്നാലും അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ഓടിപ്പോയി ഇവിടുന്ന്, എന്നിട്ട് ഇതിലേ തിരിഞ്ഞു പോവാം. നേരെ പോയി നമ്മളെ പിടിക്കും, അതുകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞു പോവാം. ചിലതിനെ കാണുന്നില്ലല്ലോ, അവിടെ പോയി എനിക്കൊന്ന് അവിടെ നിൽക്കുന്നുണ്ടാവും. ഓക്കെ ഗൈസ്, നമുക്ക് ഈ സമയം കൊണ്ട് വേഗം തിരിഞ്ഞോടാം. ഇനിയില്ല നമുക്ക്, ഞാൻ എന്തായാലും ഇത് ഡ്രോപ്പ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് പോയി നോക്കട്ടെ. ഇവിടുത്തെ ഹാമർ കിട്ടിയെങ്കിലും, ആ ഗൈസ് ഹാമർ ഉണ്ട്, പറഞ്ഞതില്ലോ പന കിട്ടി. എപ്പോഴും ഹാമർ അവിടെ ഉണ്ടാവില്ല കൂടുതലും. എന്നിട്ട് വീൽ ക്രാങ്ക് ഇല്ലേ, അതും കൊണ്ടൊന്നും അങ്ങോട്ടേക്ക് പോകാനുണ്ട്. എന്തായാലും ഗ്രാനില്ല, അതേപോലെ ഹാമർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വീൽ ക്രാങ്ക് എടുക്കാം, കൊടുത്തുപ്പാ. ഇത് എടുത്തിട്ട് ഈ എൻട്രിക്കുള്ളിൽ തന്നെ ഒരു ഗേറ്റ് ഉണ്ട് ഗൈസ്, അത് തുറക്കണം. ആ തുറന്നാൽ വേറൊരു വഴിയുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെയെല്ലാം ഒന്ന് നോക്കിയിട്ട് വരാം. എന്തായാലും ചലന്തി അടുത്തുണ്ടോ എന്ന് അറിയില്ല. ഓ, വരുന്നുണ്ട് ഗൈസ്. എന്തായാലും ആ ചലന്തി വന്ന് പോട്ടെ, എന്നിട്ട് നമുക്ക് പോവാം. ചലന്തി പോ. ഓക്കെ, ചലന്തി പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ പോവാം, അതിനോട് കളിച്ചോടിക്കാൻ ടൈമില്ല. ഇതിവിടെ വെച്ച് കറക്കാം ഗൈസ് നമുക്ക്. അല്ല, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, നിങ്ങൾ എപ്പോഴും കളിച്ച ഗെയിം ആയിരിക്കില്ലേ ഗ്രാനി. നമുക്കില്ല, ഓപ്പോസിറ്റ് ഇവിടെയും കൂടി ഒന്ന് പോയി നോക്കിയേക്കാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല, ഒന്ന് നോക്കിയേക്കാം. ഒന്നും കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല, നമുക്കിനി പാഡ്ലോക്ക് കൂടി കിട്ടാനല്ലോ. ഓക്കെ, ഇവിടെ ഒന്നുമില്ല ഗൈസ്, പറഞ്ഞ കണക്ക് തന്നെ. നമുക്കൊന്ന് തിരിച്ചു പോവാം. നമ്മൾ ആ വീൽ ക്രാങ്ക് തിരിച്ചപ്പോൾ ഇവിടുത്തെ ഒരു ഗേറ്റ് ഓപ്പൺ ആയി, അത് ഓപ്പൺ ആയതുകൊണ്ട് കാണില്ല. നമുക്ക് ഇവിടെ നോക്കാം, ഇവിടെ പ്ലേ ഹൗസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നേരെ പോയെങ്കിൽ ഇവിടെ ഒരു പെട്ടിയുണ്ട്, ഇതും കൂടി തുറന്നു നോക്കിയാൽ ഒന്നുമില്ല. അപ്പോൾ പാഡ്ലോക്ക് ഉണ്ടാവുന്നത് പ്ലേ ഹൗസിലായിരിക്കും, ഇത് ഉറപ്പാണ്. നമുക്കല്ല നേരെ പോകാം ഗൈസ്, ഇതിനൊന്നും എടുക്കാനില്ല. ഇവിടെ ഹാമറും കിട്ടി, പ്ലേ ഹൗസും കിട്ടി. ഒരു കോഗുവിലി വീടിൻ്റെ 3ാമത്തെ നിലയിലുണ്ട്, പക്ഷെ അവിടെ പാലം നമുക്ക് ക്രോസണൊക്കെ വെക്കണ്ടേ, അതിന് പലക പൊളിക്കണം ഹാമർ കൊണ്ട്, അങ്ങനത്തെ കുറച്ച് പണിയുണ്ട്. നമുക്ക് ഈ കോഗുവിലും പ്ലേ ഹൗസ് കൊണ്ടുവരണം അങ്ങോട്ടേക്ക് പോവാം. നമുക്കില്ല ഗൈസ്, ഈ കോഗുവിലൊന്ന് ആ റൂമിലിട്ടിട്ട് ഗ്രാനിനൊന്ന് പൂട്ടാം. എന്തായാലും ഗ്രാനി ഇങ്ങോട്ട് വരുന്നുണ്ടാവും, ആ പ്ലേ ഹൗസ്ക്ക് ഞാൻ ചാടിൻ്റെ സൗണ്ട് കേട്ടിട്ട്. ഓക്കെ, ഗ്രാനി ഇവിടെ എത്തി, ജസ്റ്റ് മിസ്സിനെ രക്ഷപ്പെട്ടു. അപ്പോൾ പിന്നെ ഗ്രാനിയിട്ട് പൂട്ടിയിട്ടുണ്ട്. നമുക്ക് ഹാമറും കൊണ്ട് ആദ്യം നമ്മുടെ മെയിൻ ഡോറിൻ്റെ പലക പൊളിക്കാം, എന്നിട്ട് മേലേക്ക് പോവാം.
അയ്യോ ട്രാപ്പിൽ കുടുങ്ങി ഗൈസ്. ട്രാപ്പൊന്നും നമുക്കൊരു വിഷയമല്ല. ഓക്കെ, ഇതൊന്ന് പൊളിക്കാം. എന്നിട്ട് നമുക്ക് മേലേക്ക് പോകാലോ. ഇനി അവിടെ ആയിരിക്കും, അല്ല അവിടെ നമുക്കൊരു കോഗുവിൽ കിട്ടും. എന്നിട്ട് പ്ലേ ഹൗസ് തുറന്ന് നോക്കിയാലേ അറിയാൻ പറ്റും അതിൽ പാഡിലൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഈ പലക ക്രോസ് ആയിട്ട് വെക്കാം ഗൈസ്. ഇനി നമുക്ക് ഉള്ളിൽ പോയി ഒന്ന് നോക്കട്ടെ. ഇവിടെ ഒരു ഷോർട്ട് ഗണ്ണിൻ്റെ പീസ് ഉണ്ട്, പക്ഷെ നമുക്ക് ആവശ്യമില്ല. എന്തായാലും ആ പെട്ടിക്കത്തൊന്നുമില്ല ഗൈസ്, നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ആണെങ്കിൽ നമുക്കൊരു ചെയിൻ കട്ടർ വേണ്ട ഗൈസ്. അത് ആ കോഗുവിൽ എടുക്കണമെങ്കിൽ ഒരു കേബിൾ മുറിക്കാനില്ലേ, അപ്പോൾ എന്തായാലും ചെയിൻ കട്ടറിൻ്റെ ആവശ്യമുണ്ട്. താഴെ ഉണ്ട് എന്തായാലും ചെയിൻ കട്ടർ. ഇനി നമുക്ക് മേലേക്ക് പോയിട്ട് അത് മുറിക്കാം. എന്തായാലും പ്ലേ ഹൗസിൽ തന്നെ ആയിരിക്കും പാഡിലൊക്കെ ഉണ്ടാവാൻ 100% ചാൻസ്. എന്തായാലും മുറിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്ക് കോഗുവിൽ രണ്ടാമത്തെയും കിട്ടി. നമുക്കില്ല ഗൈസ്, ഈ ചെറിയ വഴിയിലെ ഇതിലൂടെ പോവാം. അതിനു മുമ്പേ ഗ്രാനിനെ ഇങ്ങോട്ടേക്ക് വിളിച്ച് വരത്താം, എന്നാലേ ശരിയാവും. നേരിട്ട് താഴ്ത്തു പോയാൽ ഇപ്പോൾ ഗ്രാനി നമ്മൾ പിടിക്കും. എന്തായാലും ഗ്രാനി ഇങ്ങോട്ടേക്ക് വരട്ടെ. വരുന്നുണ്ടോയെന്ന് അറിയില്ല, നോക്കിയേക്കാം. ഓക്കെ വന്നു ഗൈസ്. നമുക്ക് നേരെ താഴ്ത്തു പോവാം. ഇനി നമുക്കില്ലേ ഈ കോഗുവിൽ നേരെ ഈ മേശയിൽ കൊണ്ടുവെക്കാം. എന്നിട്ട് പ്ലേ ഹൗസും മറ്റേ കോഗുവിലും എടുത്ത് വന്നിട്ട് പോവാം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ ടൈമില്ല. ഗ്രാനിനെ കൊന്നല്ലേ നമുക്കിതിൽ വളരെ ഈസിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഗ്രാനി ഇങ്ങോട്ട് വരട്ടെ. നമ്മുടെ ഫ്ലോർ സ്ക്രാച്ചിൻ്റെ സൗണ്ട് കേട്ട് ഗ്രാനി ഇപ്പം ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഞാനത് ഡ്രോപ്പ് ചെയ്തല്ലോ. ഓക്കെ, നമ്മുടെ വെപ്പൺ ഇവിടെ തന്നെ ഉണ്ട്. ഗ്രാനിനെ നമുക്ക് അതിന് തട്ടിയേക്കാം, എന്നാലേ സമാധാനം ഉണ്ടാവും. ഓക്കെ, ഗ്രാനി കൊടുത്തുപ്പാ. ആ ഗ്രാനിയെ വെച്ച് വേമ്പാ. ഓക്കെ, എത്രയല്ലോ. ഇനി നമുക്ക് പോയിട്ട് പ്ലേ ഹൗസ് കീയും അതേപോലെ മറ്റേ കോഗുവിലും എടുത്തിട്ട് വരാം. കേസ് പ്ലേ ഹൗസ് കീയുടെ എടുത്തിട്ടുണ്ട്. പ്ലേ ഹൗസിൽ നിന്ന് എങ്കിലും മറ്റേ കീ പേര് പാഡ്ലോക്ക് കീ, അത് കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ, ഞാൻ എന്തായാലും മറ്റേ കൂടെ എടുത്തിട്ട് വരട്ടെ. ഓക്കെ, ഞാൻ അങ്ങനെ കോഗുവിൽ രണ്ടും എടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് നേരെ പോയിട്ട് പ്ലേ ഹൗസ് ആദ്യം തുറന്നു നോക്കാം. എന്തായാലും ഗ്രാനി എഴുന്നേറ്റ് വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. ഞാൻ ആ കീ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് തുറന്നിട്ട്. ആ സൗണ്ട് കേട്ട് ഗ്രാനി ഇപ്പം ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്കില്ല അതേസമയം പെട്ടെന്ന് തന്നെ പോയിട്ട് കോഗുവിലെല്ലാം വെച്ച് അതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത് നോക്കട്ടെ. എന്തായാലും ഒന്ന് എടുത്തിട്ടുണ്ട്, അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് അത് എടുക്കുക. ഗ്രാനി ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതേ കൈസ് ഗ്രാനി വന്നു. ഇനി നമുക്കിതിലൊന്ന് പട്ടം കറങ്ങാം. എന്നിട്ട് കോഗുവിലെടുത്ത് ജനലിലൂടെ ചാടാം. ഓക്കെ, എടുക്ക്. ഓക്കെ, ഗ്രാനി പെട്ടെന്നാണ് വരുന്നത്. ഓക്കെ, ഇതും കൂടി വെച്ച് നോക്കാം ഗൈസ്. പെട്ടെന്ന് ഇവിടുന്ന്. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി പാഡ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. രക്ഷപ്പെട്ടു. ഞാൻ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ അണ്ടർഗ്രൗണ്ടിൽ വീണ്ടും പോകേണ്ടി വരുമെന്നല്ലോ. ഓക്കെ, ഗ്രാനി എന്തായാലും പുറത്തോട്ട് പോയിട്ട് ഗൈസ്. ഞാൻ വിളിച്ച് പുറത്ത് പോകുന്നു. നമുക്കെന്തായാലും ഇത് തുറക്കാം. നമുക്കില്ല ഗൈസ്, എല്ലാം കിട്ടിയൊന്നുമില്ല. പക്ഷേ വെറുതെ അങ്ങനെ പോയിക്കൂടാ. നമുക്ക് ഗ്രാനി ഒന്നുകൂടി തട്ടണ്ടേ. ഗ്രാനിനെ കൊന്നിട്ടേ പോയിക്കൂടും. ഗ്രാനി ഒന്ന് കറങ്ങി വരട്ടെ. നമുക്ക് അപ്പം കൊണ്ട് വെപ്പൺ എടുക്കണം. ഓക്കെ, ഗ്രാനി വരുന്നുണ്ട്. നമുക്ക് വേഗം പോയി വെപ്പൺ എടുക്കാം. കടപ്പ് വെപ്പൺ അടിയേ ഇവിടെ അല്ലേ. ഓക്കെ, വെപ്പൺ എടുക്ക്. സൂചി. ഇനി മോളെ ഗ്രാനി വാ. തലക്കിട്ടന്നെ കൊടുക്കണം ഗൈസ്. ഓക്കെ, മൂക്കാമണ്ട നോക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുമില്ല. അപ്പോൾ ബൈ ഗ്രാനി, സി യു. നമുക്ക് ലൈസ് ഇനി പോയിട്ട് മാസ്റ്റർ കീ എടുക്കാം. അത് അടുക്കളയിലുണ്ട്, മാസ്റ്റർ കീ. ഓക്കെ, അപ്പോൾ ബൈ ഗ്രാനി, സി യു. ഗൈസ്, അങ്ങനെ നമ്മൾ ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഗെയിം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം. എന്തായാലും ഗ്രാനി വാതുക്കൽ നമ്മളെ കാത്ത് നിൽക്കുന്നു ഗൈസ്. നമ്മളെ പേടിപ്പിക്കാൻ നോക്കി വന്നു, പക്ഷെ പേടിച്ചിട്ടാ പാവം ചമ്മിപ്പോയി. അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്. എല്ലാവർക്കും ബൈ, ടാറ്റ, സീ യു, ലവ് യു, എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്, നാളെ കാണാം.